ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. എക്സ്പെരിമെന്റ് നമ്പർ 11 ആണ്. അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ നമ്മളുടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വി നീഡ് ടു ക്രിയേറ്റ് എ മൾട്ടി ത്രെഡഡ് പ്രോഗ്രാം. സോ ത്രെഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെയാണ് ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് നമുക്ക് 3 ത്രെഡ് ഉണ്ടാക്കണം. ഫസ്റ്റ് ത്രെഡ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ത്രെഡ് ജനറേറ്റ്സ് എ റാൻഡം ഇൻറ്റിജർ എവറി സെക്കൻഡ്. ഓരോ സെക്കൻഡിനകത്തും എനിക്ക് എന്ത് ചെയ്യണം? ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യണം. ഇനി ഇഫ് ഇറ്റ് ഈസ് വാല്യൂ ഈസ് ഈവൺ, അതായത് ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈവൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് സെക്കൻഡ് ത്രെഡിനെ കോൾ ചെയ്യണം. സെക്കൻഡ് ത്രെഡിനെ കോൾ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആ നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, സ്ക്വയർ ഓഫ് ദി നമ്പർ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം അത് പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തു, അത് ഈവൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് പ്രിന്റ് ചെയ്യുക. അത് ആരാണ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ത്രെഡാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, അതൊരു ഓഡ് നമ്പർ ആണ്, വാല്യൂ എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ വി നീഡ് ടു കോൾ എ തേർഡ് ത്രെഡ്. ഒരു മൂന്നാമത്തെ ത്രെഡിനെ വിളിക്കുക. അതെന്ത് ചെയ്യണം? വിച്ച് പ്രിന്റ് ദി ക്യൂബ് ഓഫ് ദി നമ്പർ. ദാറ്റ് ഈസ് എ ആണ് നമ്പർ എങ്കിൽ എ ഇൻറ്റു എ ചെയ്യണം. അപ്പോൾ ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം. ഈവൻ നമ്പറിന് വേണ്ടിയിട്ടുള്ള ത്രെഡ് ക്രിയേറ്റ് ചെയ്യാം. ഈവൻ എന്ന് പറഞ്ഞൊരു ത്രെഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിച്ച് എക്സ്റ്റെൻസ് എന്താണ്? ത്രെഡ് ക്ലാസ്. അപ്പോൾ ഇതൊരു ത്രെഡായിട്ട് മാറി, ത്രെഡ് ക്ലാസ് ആയിട്ട് മാറി. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു വേരിയബിൾ ഞാൻ എടുത്തു, ഇൻറ്റ് നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തു. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ടർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. പബ്ലിക് ഈവൻ ഇൻറ്റ് നം, ഒരു നമ്പർ ഞാൻ പാസ് ചെയ്യുന്നു. അപ്പോൾ അത് ഞാൻ എന്തായിട്ട് സെറ്റ് ചെയ്യാണ്? ഞാൻ ആ ഒബ്ജക്റ്റിൻ്റെ നമ്പറായിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ കൺസ്ട്രക്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഒരു നമ്പർ ഞാൻ മേടിച്ചു, ആ നമ്പറിൻ്റെ എന്ത് ഞാൻ സെറ്റ് ചെയ്തു? ആ നമ്പറിനെ ഈ ഈവൻ എന്ന് പറയുന്നതിൻ്റെ മെമ്പർ ഫംഗ്ഷൻ്റെ വേരിയബിൾ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. നൗ ഒരു ത്രെഡ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. റൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്താണ് എഴുതേണ്ടത്. ഓക്കെ, ഒരു ത്രെഡ് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പബ്ലിക് വോയിഡ് റൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ അകത്താണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ പറയുന്നു, എനിക്ക് ഈ ഈവൻ ആണെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയർ ഓഫ് ദി നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എന്ത് പ്രിന്റ് ചെയ്യുന്നു? സ്ക്വയർ ഓഫ് ദി നമ്പർ പ്രിന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നം ഇൻറ്റു നം. ഓക്കെ, നം ഇൻറ്റു നം. ഇതാണ് ഈവൻ ത്രെഡ് ആവുമ്പോൾ, ഈവൻ നമ്പർ ആവുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഇനി അടുത്ത ത്രെഡ് വരണമുണ്ടല്ലോ. ആ ത്രെഡിന്റെ പേര് എന്താണ്? അതിന്റെ പേര് ഓഡ് എന്നാണ്. ഓക്കെ, അത് എന്താ ചെയ്യേണ്ടത്? സെയിം സാധനം തന്നെയാണ് ഞാൻ എഴുതുന്ന, ഒരു വ്യത്യാസവും ഇല്ല. ജസ്റ്റ് ക്യൂബ് കണ്ടുപിടിക്കണം. അപ്പോൾ 2 ത്രെഡ് ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രെഡും കൂടെ വേണം. അതിനെ ഞാൻ റാൻഡം ത്രെഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. റാൻഡം ത്രെഡ് എക്സ്റ്റെൻസ് ത്രെഡ്. ഈ ഒരു ത്രെഡ് എന്താ ചെയ്യുന്നത്? നമുക്ക് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കണം. ചെയ്യേണ്ടത് പബ്ലിക് വോയിഡ് റൺ. ഓക്കെ, ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? റാൻഡം എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. റാൻഡം എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഏത് പാക്കേജിനകത്താണുള്ളത്? java.util.random എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണുള്ളത്. ഓക്കെ, അതിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R യൂസ് ചെയ്ത് നമുക്ക് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ നമ്പർ ജനറേറ്റ് ചെയ്യണം, 20 റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി ഫോർ ഇൻറ്റ് i ഈസ് ഈക്വൽ ടു 0, i ലെസ് ദാൻ 20, i പ്ലസ് പ്ലസ്. ഈ ഓരോ പ്രാവശ്യവും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. റാൻഡം നമ്പർ എങ്ങനെ ജനറേറ്റ് ചെയ്യും? r നെക്സ്റ്റ് ഇൻറ്റ്. ഇനി ഞാൻ ഇവിടെ 100 എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ്
I will get a value between 0 and 100. 0 and 100 ഇടയിലുള്ള ഒരു റാൻഡം നമ്പർ കിട്ടും. അങ്ങനെ 20 പ്രാവശ്യം ഞാൻ ഓരോ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. 100 ഇടയിലുള്ള 20 നമ്പേഴ്സ് റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ അതാണ് ഈ ഒരു റാൻഡം എന്ന് പറയുന്ന പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് നമ്പർ കിട്ടി. ഇനി എന്താണ്? ഇനി ഈസിയാണ്. ദാറ്റ് ഈസ് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നോക്കുക. ഇങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഈവൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ത്രെഡ് കോൾ ചെയ്യുക. എന്താണ് ത്രെഡ് കോൾ ചെയ്യേണ്ടത്? ഈവൻ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുക. ഈവൻ ത്രെഡിനകത്ത് ഞാൻ എന്ത് പാസ് ചെയ്യുന്നു? ഞാൻ n എന്ന് പറയുന്ന നമ്പർ പാസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഈ നമ്പർ, ഈവന്റെ നമ്പർ എന്ന് പറയുന്ന കാര്യം എന്തായിട്ട് സെറ്റ് ചെയ്യുന്നു? ഞാൻ ഇവിടെ കിട്ടിയ നമ്പറായിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രെഡ് ഇനിഷ്യലൈസ് ചെയ്തതേ ഉള്ളൂ, ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. അത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ഡോട്ട് സ്റ്റാർട്ട്. അപ്പോൾ n എന്ന് പറയുന്ന നമ്പർ വെച്ച് ആ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എൽസ് എന്താണ് ചെയ്യേണ്ടത്? എൽസ് ന്യൂ ഓഡ് n ഡോട്ട് സ്റ്റാർട്ട്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ ഒരു പ്രോഗ്രാം 20 ടൈംസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ റാൻഡം എന്ന് പറഞ്ഞൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 3 ത്രെഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റാൻഡം ത്രെഡ്, ഈവന്, ഓഡ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടെസ്റ്റ് ക്ലാസ് എഴുതി, ക്ലാസ് ടെസ്റ്റ്. അതിൻ്റെ അകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതി, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതി, സ്ട്രിംഗ് ഓർ ഗസ്. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ത്രെഡിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. റാൻഡം ത്രെഡിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. r is equal to ന്യൂ റാൻഡം ത്രെഡ്. അപ്പോൾ ത്രെഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യൂ? ഇല്ല. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന? r ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്ക് r ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുമ്പോൾ വിച്ച് ഇൻ ടേൺ കോൾ എന്തിനെ വിളിക്കും? റണ്ണിനെ വിളിക്കും. റണ്ണിനകത്ത് നമ്മൾ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓരോ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുമ്പോഴും അത് ഓഡും ഈവനും ആവുന്നത് വെച്ച് അത് ആരെ കോൾ ചെയ്യും? ഈവൻ ത്രെഡിനെയും കോൾ ചെയ്യും, ഓഡ് ത്രെഡിനെയും കോൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൾട്ടി ത്രെഡിങ് എന്ന് വിളിക്കുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. test.java. അപ്പോൾ ഇവിടെ റാൻഡം ത്രെഡ് എന്ന് പറയുന്നത് ഒരു എന്താണെന്ന് നമുക്ക് സ്പെല്ലിംഗ് നോക്കണം. റാൻഡം ത്രെഡ് ഇവിടെ വന്നപ്പോഴും സ്പെല്ലിംഗ് കറക്റ്റ് തന്നെയാണ്. എററൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് കിട്ടിയ നമ്പർ ഏതാണെന്നുള്ള കാര്യം എനിക്ക് അറിയാത്തത് കാരണം നമുക്കിത് കുറച്ച് ഡിഫറൻസ് വരുത്താം. ഇത് ഇവിടെ 12 ആണെന്ന് മനസ്സിലായി. n എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത് കാരണം എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ജനറേറ്റ് ചെയ്യുന്ന നമ്പറും കൂടെ പറയാം. ഓക്കെ, നമുക്ക് സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് ഓഫ് നം is equal to ഇന്നതാണെന്ന് പറയാം. അപ്പോൾ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നമ്പറും കിട്ടും, എന്താണ് എന്നുള്ള കാര്യവും കിട്ടും, അതിൻ്റെ ആൻസറും കിട്ടും. സ്ക്വയർ ഓഫ് നം is equal to നം പ്ലസ്. അപ്പോൾ ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഡിഫറൻസ് എന്താ വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഏത് നമ്പർ ആണെന്നുള്ള കാര്യം ഇതിനകത്ത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 100നും നോക്കുക, നിങ്ങൾ ജനറേറ്റ് ചെയ്ത നമ്പേഴ്സ് എല്ലാം നോക്കുക. ജനറേറ്റ് ചെയ്ത നമ്പേഴ്സ് എല്ലാം എന്താണ്? 100ന് താഴെയുള്ള നമ്പേഴ്സാണ്. ഓക്കെ, 59 ജനറേറ്റ് ചെയ്തു, 49 ജനറേറ്റ് ചെയ്തു, 77, ഇതെല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് വിത്തിൻ ദ റേഞ്ച് ഓഫ് 100. അപ്പോൾ ഏതെങ്കിലും നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? റാൻഡം നമ്പർ യൂസ് ചെയ്യുമ്പോൾ മെയിൻലി ഒരു നമ്പേഴ്സും റിപ്പീറ്റ് ചെയ്യത്തില്ല. അതാണ് റാൻഡത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാൻഡം നമ്പർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? റാൻഡം എന്ന് പറയുന്നത് കാര്യം
ഒരു റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റാൻഡം എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നമ്മൾ അതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബ് കണ്ടുപിടിക്കുന്നു, ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ് ഇത്.